വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ മറ്റൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ വ്ളോഗ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഓറഞ്ച് ജോലിയാണ് നമ്മുടെ പാരം നമ്മളിതാ ഇതിൻ്റെ അകത്തതാ നമ്മൾ ഇനിയും കുറച്ചുകൂടി ഉണങ്ങാറുണ്ട് കേട്ടോ. നമ്മൾ ഓറഞ്ച് ജോലി നമ്മളിതാ ഉണക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി 2 സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ഇന്നലെ പൊടിച്ച ഓറഞ്ച് ജോലി ആയതുകൊണ്ട് കുറച്ചുകൂടി ഉണങ്ങാറുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് 2-3-4 ദിവസമായി കാണും. അപ്പോൾ അങ്ങനെ ഇട്ടിട്ടുള്ള ഒരു ഓറഞ്ച് ജോലിയാണ് ഈ ഓറഞ്ച് ജോലി. അപ്പോൾ ഞാനത് പൊടിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഓറഞ്ച് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഉണക്കി വെയിലത്ത് വെച്ച് ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് തന്നെ വളരെ നല്ല രീതിയിൽ സെറ്റാകും. പക്ഷെ ഇവിടെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സെറ്റാവില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ചൂട് തുടങ്ങി വരുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വെച്ച് ഞാൻ ഇത്രയും ദിവസം വെച്ചിട്ട് ഉച്ചയ്ക്കായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ സ്കൂളിൽ വിട്ട് വരുമ്പോഴാണ് വെക്കാറുള്ളത്. പക്ഷേ ഈ 2 ദിവസമായിട്ട് ഞാൻ സ്കൂളിൽ പോകുന്ന സമയം തൊട്ട് വെക്കാറുണ്ട്. അത് കാരണം തന്നെ ഞാൻ വൈകിട്ട് 7 മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ ഇവിടെ എടുക്കാറുള്ളത്. കാരണം പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇത് ഞാൻ ഇന്നലെ വെച്ചിട്ടുള്ളതായതുകൊണ്ടാണ്. ഇന്ന് വെച്ചിട്ടുള്ള ഓറഞ്ച് ജോലി ആയതുകൊണ്ട് ആണ് ചിരിയും കൂടെ ഉണങ്ങാനുണ്ടായിരുന്നു. ചിരി ഞാൻ ഒരു 5-6 ദിവസമായിട്ട് അങ്ങനെ വെച്ചിട്ടുള്ള ഓറഞ്ച് ആയതുകൊണ്ട് ഇന്നാണ് എനിക്ക് പൊടിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇരുന്ന ഓറഞ്ച് ജോലിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഞാൻ ഇവിടെ ഇത് പാലിലാണ് നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പാലിൽ നമ്മളിതാ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുറച്ചധികം പാൽ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ട്രൂലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കൂടി ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എൻ്റെ അമ്മയെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അമ്മയോട് വേണമെന്ന് ഞാൻ ചോദിച്ചു നോക്കാം. അമ്മയ്ക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണം. അമ്മയും വേണമെന്നാണ് വേണ്ടത്. കാരണം ഞാൻ എന്തുണ്ടാക്കിയില്ല അത് അമ്മയും കൂടി ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട്. ഞാൻ ഒരു ലിപ് കെയറും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങനെ ഓൾറെഡി വ്ളോഗിൽ കണ്ടിട്ട് ചെയ്തുകൊണ്ടായതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് വലിയ വ്ളോഗിലൊന്നും ഇടാൻ. കാരണം എല്ലാവരുടെയും അത് ചെയ്തുകൊണ്ടുണ്ട്. പിന്നെ അതിനാണ് ഞാനായിട്ടത് വീണ്ടും നിങ്ങളോട് പറയുന്നത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാനൊരു ഓറഞ്ചിൻ്റെ തൊലി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പൊടിച്ച് ഉണക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യമില്ലാത്ത പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഓറഞ്ചിൻ്റെ തൊലി കഴിച്ച് കഴിയുമ്പോൾ ആ നിമിഷം കഴിച്ച സെക്കൻഡിൽ തന്നെ നമ്മളിത് ഉണക്കാൻ വേണ്ടി പുറത്ത് വെക്കണം. അല്ലെങ്കിൽ അത് അല്ലാണ്ട് എല്ലാ ഓറഞ്ച് തൊലി ഇങ്ങനെ ശേഖരിച്ച് വെക്കാനുള്ള രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും സെറ്റാകത്തില്ല. കാരണം വെച്ചാൽ ഇത് പൂത്തുപോകും. തൊലി ഇങ്ങനെ ശേഖരിച്ച് വെച്ച് കുറേ നാൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പൂത്തുപോകും. അപ്പോൾ നമ്മൾ ആ നിമിഷം തന്നെ വെയിലത്ത് ഉണക്കി വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ പൂക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഒരിക്കലും പൂക്കത്തില്ല അത്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പൂത്തുപോകും. ഇതിങ്ങനെ പൂത്തുപോകാൻ ചാൻസ് ഉണ്ട്. ഇതിന് മുന്നേ ഞാൻ ഇതേപോലെ എൻ്റെ അമ്മ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അമ്മ ഇങ്ങനെ ഫുള്ള് കഴിച്ചതിന് ശേഷം മാത്രമേ പൊക്കാൻ വെച്ചിട്ട് അത് പൂത്തുപോയി. അതുകൊണ്ട് വീണ്ടും ഞാനിങ്ങനെ വെച്ചപ്പോൾ അത് പൂത്തുപോയെന്ന് പറഞ്ഞാൽ അമ്മ കളഞ്ഞു. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഓറഞ്ച് എടുത്ത പാടെ തന്നെ കൃത്യം കൊണ്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇച്ചിരി ഇതായിപ്പോയി. പിന്നെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഇതിങ്ങനെ സെറ്റായി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കത്തുള്ളൂ. അങ്ങനെ ഗുഡായിട്ട് നമ്മൾ ഫേസ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഓറഞ്ച് തൊലി സൂക്ഷിച്ച് വെക്കാൻ നേരത്ത് നമ്മൾ അങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അത് കാരണം നമ്മൾ ചെയ്യേണ്ട മസ്റ്റായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സാധനം മസ്റ്റായിട്ടും വെക്കേണ്ടതാണ്. നമ്മൾ ഒരിക്കലും ആ കാര്യം മറക്കരുത്. അങ്ങനെ വെക്കണം. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ടാണ് എപ്പോഴും അമ്മ പിന്നെ അപ്ലൈ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ സ്പൂൺ വെച്ചിട്ട് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കോമഡി ആയിരിക്കും ആഫ്റ്റർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പപ്പായ ഫേഷ്യൽ റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു. ഞാൻ മേടിച്ചിട്ടുള്ളതായിരുന്നു. ഉദാഹരണം തന്നെ ഞാൻ അതിൻ്റെ വ്ളോഗൊന്നും പ്രത്യേകിച്ച് ഇടാറുണ്ടായിരുന്നില്ല. ഞാൻ ഇവിടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാണ്. നമുക്ക് 2 പേർക്ക് അപ്ലൈ ചെയ്യാനുള്ളതുണ്ടല്ലോ. അമ്മ എന്നോട് നേരത്തെ കൂടെ കുറച്ച് നേരം കൂടി മുന്നേ പറഞ്ഞിട്ടുള്ളായിരുന്നു. അപ്പം ഞാൻ ഓർത്തായിരുന്നു. പിന്നെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഞാൻ പാർട്ട് 2 ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. കാരണം എല്ലാവരും എൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ആയിരിക്കും എന്ന് എനിക്കറിയാം. അത് കാരണം പിന്നെ ഞാൻ റിസൾട്ട് പാർട്ട് 2 ആക്കി ഇടുന്നുള്ളൂ. പാർട്ട് 1 ഇല്ല. പാർട്ട് 1ഉം പാർട്ട് 2ഉം ആയിട്ട് നിങ്ങൾക്കിത് കാണാം. കാരണം ഇത് കുറേ ടൈം എടുക്കുന്നത് കാരണം നമ്മൾ പിന്നെ അധികം നേരം വ്ളോഗ് എടുക്കാനും പറ്റത്തില്ലാത്ത കാരണമാണ് ഞാൻ വേറെ 2 പാർട്ടാക്കി ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. റിസൾട്ട് ഞാൻ സൂൺ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. വളരെ അടുത്ത് തന്നെ, ചിലപ്പോൾ ഇന്നായിരിക്കും അല്ലെങ്കിൽ നാളെ തന്നെ ഞാൻ അപ്ലൈ ചെയ്യും. നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നു ഗൈസ്.
പക്ഷേ ഞാൻ എൻ്റെ അമ്മയും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ തന്നെ അപ്ലൈ ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതാ ഗൈസ് ഞാൻ എന്താ നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഫ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് ഫേസിൽ. ഞാനാണ് കണ്ണാടിയും നിങ്ങളെ നോക്കിക്കൊണ്ടാണ് അപ്ലൈ ചെയ്യുന്ന ഫേസിൽ. ഇത് എനിക്ക് 2 ഭാഗം കാണുന്നുണ്ടല്ലോ. എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ഇരിക്കുന്നത് എനിക്കിത് അറിഞ്ഞുകൂടല്ലോ. കാരണം ഞാൻ എന്താ എൻ്റെ ഫേസ് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ സ്പൂണുള്ളതൊക്കെ വടിച്ചെടുത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്യുന്നുണ്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ഗൈസ് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ തേച്ച് വെച്ചിരിക്കുകയാണ്. നമ്മളിങ്ങനെ തേച്ച് വെക്കുമ്പോൾ നല്ല രസമുണ്ടാവും. പിന്നെ ഗൈസ് ഇതാ ബാലൻസ് ഇത്രയുണ്ട്. അപ്പം ഞാനത് എൻ്റെ അമ്മയ്ക്ക് അപ്ലൈ ചെയ്യാണ്ട് കൊടുക്കുകയാണ്. അമ്മ അപ്ലൈ ചെയ്യാൻ വായോ. അപ്ലൈ ചെയ്യൂ അപ്ലൈ ചെയ്യൂ അപ്ലൈ അപ്ലൈ. അപ്പോൾ അമ്മ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഭയങ്കര പാടാണ്. അമ്മ പറയുന്നത് കുറേ ഒന്നും എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗായ്സ് ഞാൻ എന്താ കുക്കറിൻ്റെ അടുത്തൊക്കെ നിന്നിട്ടായിരുന്നു ചെയ്യുന്നത്. കാരണം കുറച്ച് 1.5 മീറ്റർ മാറി നിൽക്കുകയാണ് ഗായ്സ്. നിങ്ങൾ കുക്കറിൻ്റെ കണ്ടില്ല. അപ്പോൾ കണ്ടില്ല അമ്മ ഇവിടെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടില്ല നല്ലവണ്ണം അപ്ലൈ ചെയ്യുന്നുണ്ട്. കുറച്ച് അധികം തന്നെ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ ഫേസ് പോലെ തന്നെ അപ്ലൈ ചെയ്യണം കേട്ടല്ലോ. ഓക്കെ ഓക്കെ അല്ല സമയം കുറച്ചൊക്കെ തേക്കുന്നുണ്ട്. എന്തോ ഒത്തിരിയേ ഉള്ളു കേട്ടോ. ഇനി ഒന്നുമില്ല. അത് കാരണം സമയം പിശുക്കി തേക്കണ പോലെയാണ് തേക്കണത്. അപ്പോൾ ഞാൻ സമയം ഇങ്ങനെ പിശുക്കണേ മതി 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 മാറ്റി. അപ്പം അമ്മ പറയാണ് മതി മാറ്റണം. അധികം നേരം കാണുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ സമയം ഫുൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. അപ്ലൈ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ഗൈസ്. അപ്പോൾ അമ്മയും കൂടെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതാണ് ഗൈസിൻ്റെ ഹോൾ ഹൗസ് എന്ന് പറയുന്നത്. ഇത്രയും കച്ചറയാവുമെന്ന് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഞാനാണല്ലോ ഇവിടെ ഉള്ളത്. പിന്നെ അവസ്ഥ പറയാൻ പറ്റില്ലല്ലോ. സോ അങ്ങനെ അമ്മ അപ്പോൾ ഇത് ഫുള്ള് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഞാൻ എപ്പോഴും അപ്ലോഡ് എന്നാണ് എൻ്റെ വായി വരുന്നത്. അപ്പോൾ ഞാൻ സോണിൽ അടുത്ത വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതാ നിങ്ങളെല്ലാവരും കാണാൻ മറക്കരുത്. എനിക്ക് എന്നെ മറക്കുന്നതിന് തുല്യമാണ് കേട്ടോ. അപ്പോൾ ആരും കാണാൻ മറക്കരുത് റിസൾട്ട്. വേണ്ടില്ലേ അമ്മ ഇതും കൂടെ അപ്ലൈ ചെയ്ത് കഴുകാൻ വേണ്ടി പോവാണ്. കഴുകിയിട്ടില്ല കേട്ടോ, അപ്ലൈ ചെയ്തു. അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്ന് ഫിനിഷ് ചെയ്യാണ്. പാർട്ട് 2 ഇതിൻ്റെ വരുന്നതായിരിക്കും. സോ ബൈ ബൈ.